എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചാർട്ട്സിൽ നോക്കുമ്പോൾ വളരെ പെട്ടെന്നൊരു ബ്രേക്കൗട്ട്, നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ ബ്രേക്കൗട്ട്സ് അല്ലെങ്കിൽ ചാർട്ട് ബ്രേക്കൗട്ട്സ്, കാൻഡിൽ സ്റ്റിക്ക് ബ്രേക്കൗട്ട്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ടൊരു മൊമെൻറ്റമൊക്കെ ചില ക്യാൻഡിൽസിൽ നമ്മൾ നോക്കി നിൽക്കെ തന്നെ ക്യാൻഡിൽസ് അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ ആസ് എ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാർക്കറ്റിൽ എന്തോ സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എന്താണ് അതിൻ്റെ റിയൽ ബാറ്റിൽ? അവിടെ എന്ത് യുദ്ധമാണ്? ആരാണ് വിജയിക്കുന്നത്? ആരാണ് പരാജയപ്പെടുന്നത്? ഏത് സെഗ്മെൻറ്റിലേക്കാണ്? ബയ്യറാണോ സെല്ലറാണോ മുന്നിട്ട് നിൽക്കുന്നത്? അവരുടെ ആക്ടിവിറ്റീസ് ഓരോ ക്യാൻഡിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാവും. അത്തരം ഫെസിലിറ്റീസൊക്കെ വലിയ പ്രൊഫഷണൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രൊഫഷണലി അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇത്തരം ഡീറ്റെയിൽഡായിട്ട് ഓരോ ക്യാൻഡിലിൽ പോലും അവർ ബൈ എത്ര നടന്നിരിക്കുന്നു, സെല്ലേഴ്സ് എത്ര പേരുണ്ട്, ബയ്യേഴ്സ് എത്ര പേരുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർ വളരെ മൈന്യൂട്ടായിട്ട് പോയിട്ട് സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കും? അതാണ് ഓർഡർ ഫ്ലോ. ഓരോ ഓർഡേഴ്സും അപ്പോൾ ഒരു മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ട്രേഡ് ചെയ്താലും അതിൽ ഓർഡേഴ്സ് വാങ്ങാനും വിൽക്കാനും ആൾക്കാർ ഇങ്ങനെ അവരുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഓരോ ക്യാൻഡിലിൽ തന്നെ ഇപ്പോൾ 5 minutes ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ എത്രയോ ബയ്യേഴ്സ് കാണും, അതേമാതിരി എത്രയോ സെല്ലേഴ്സ് കാണും. ഇവർ തമ്മിലുള്ള ആകെ തുകയിലാണല്ലോ. മാക്ഡി എന്ന് കേട്ടിട്ടുണ്ടോ? മൂവിങ് ആവറേജ് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. അതേമാതിരി മൂവിങ് ആവറേജസ് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതിൽ ഒരു ആവറേജ് എടുക്കുന്ന മാതിരി തന്നെ VWAP, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസിംഗ് എന്ന് പറയും. ഇതെല്ലാത്തിനും വോള്യൂം, വെയ്റ്റഡ്, ആവറേജ്, പ്രൈസ്, ഇതൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് മുഖാന്തരം നമ്മൾ നോക്കുന്നു. പക്ഷേ എക്സാക്റ്റായിട്ട് നമുക്ക് ഓർഡേഴ്സ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറത്ത് എത്രത്തോളം ബൈ ഓർഡേഴ്സ് വരുന്നു, എത്രത്തോളം സെൽ ഓർഡേഴ്സ് വരുന്നു, ഏത് പ്രൈസിലാണ് കൂടുതൽ ബയ്യേഴ്സ് ഉള്ളത്, ഏത് പ്രൈസിലാണ് കൂടുതൽ സെല്ലേഴ്സ്, ബിഡ് ആൻഡ് ആസ്ക് എന്ന് പറയും. നമ്മൾ ബിഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ ഇന്ന പ്രൈസിലാണ് കൂടുതൽ സെല്ലേഴ്സ് നിൽക്കുന്നത്, ഇന്ന പ്രൈസിലാണ് കൂടുതൽ ബയ്യേഴ്സ് നിൽക്കുന്നത്, അത് ആസ്ക് എന്ന് പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം. അപ്പോൾ ധന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ട്രേഡേഴ്സിന് സീരിയസ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ടൂൾസ് നെസസറി ആയിട്ട് അവർക്ക് റിക്വയർഡ് ആണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ധന്നിൻ്റെ പ്രൈമറി ആയിട്ടുള്ള മോട്ടീവ്. ആൻഡ് സ്റ്റിൽ വി ആർ കൺസിസ്റ്റൻ്റ്ലി ഡൂയിങ് ദാറ്റ് ഫോർ എവറി ട്രേഡേഴ്സ്. അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ലൊരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും, അതിപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയിക്കോട്ടെ, ഫാസ്റ്റ് എക്സിക്യൂഷൻ ഓഫ് ട്രേഡ് ആയിക്കോട്ടെ, ഓപ്ഷൻ്റെ അനാലിസിസ് ആയിക്കോട്ടെ, ഫ്യൂച്ചേഴ്സിൻ്റെ അനാലിസിസ് ആയിക്കോട്ടെ, സ്ട്രാറ്റജി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, എന്താ ഇല്ലാത്തത് തന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഞങ്ങൾ വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഓരോ പ്രോഡക്റ്റും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സ്ട്രൈവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും വലിയ ഹൈ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ HNIs അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന മെത്തഡോളജി ഫോളോ ചെയ്യുന്ന ഓർഡർ ഫ്ലോ മെത്തേഡ്സ് ഉണ്ട്. അത്തരമൊരു ഓർഡർ ഫ്ലോ പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോരുത്തരും ഇത് നിങ്ങൾ DEX T3 പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഓർഡർ ഫ്ലോ ചാർട്ട്, ഡിഫറെൻറ്റ് വിഡ്ജറ്റ്സ് ഉണ്ട്, അതിൽ ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഓരോ ക്യാൻഡിലിനും പിന്നിലുള്ള സ്റ്റോറി എന്താണ്, അതിൻ്റെ പിന്നിൽ നടക്കുന്ന യുദ്ധം എന്താണ്, ആരാണ് അവിടെ വിജയിക്കുന്നത്, എത്ര ഡെൽറ്റ അവിടെ വാല്യൂ എന്താണ്,
എത്ര വോള്യൂം ഇൻബാലൻസ് നടക്കുന്നുണ്ട്, എന്താണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ആരാണത്, അതായത് അബ്സോർപ്ഷൻ ഇൻ ദ സെൻസ് ആരാണ് ഇതിനകത്ത് ചില നമ്മൾക്ക് വോള്യൂമേ കാണത്തില്ല അല്ലെങ്കിൽ ഓർഡേഴ്സേ കാണത്തില്ല, പക്ഷെ സംതിങ് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദാറ്റ് വൺ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിലൂടെ നമുക്ക് ട്രേഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താനും നമ്മുടെ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ മനസ്സിലാക്കാനും നമ്മൾ ട്രാപ്പിൽ അകപ്പെട്ട് പോകാതിരിക്കാനും. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഹൈ ആയിട്ട് ക്യാൻഡിൽ മൂവ് ചെയ്യും, പക്ഷേ അതിൻ്റെ പിന്നിൽ വളരെ എന്താ പറയുക കണ്ണിങ് ആയിട്ടുള്ള ട്രാപ്പിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കും നടക്കുക. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ടൂൾ തന്നെയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള സീരിയസ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ഫ്ലോയിൽ നമ്മൾക്ക് എന്താ പറയുക, ഓരോ ക്യാൻഡിലും കറക്റ്റായിട്ടുള്ള ട്രേഡ് ഡിസിഷൻ എടുക്കാൻ പാകത്തിന് നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് ക്യാൻഡിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, ഈവൻ സ്വിംഗ് ട്രേഡിങ്ങിൽ പോലും നമുക്ക് ഓർഡർ ഫ്ലോ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓർഡർ ഫ്ലോ ബേസിസിൽ നമുക്ക് ക്യാൻഡിൽസിനെ ബേസ് നമുക്ക് സ്റ്റഡീസ് നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഇൻസൈറ്റ്സ് അത് വെരി സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. ഇത് ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് അത് നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പക്ഷേ പലർക്കും ഇവിടെ പ്രശ്നം എന്താണ്, ഓർഡർ ഫ്ലോ ചാർട്ട് നമ്മൾ അക്സസിബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് പലർക്കും. ബിക്കോസ് ഓഫ് പ്രീമിയം പേയ്മെൻറ്റ്സ് നമ്മൾ വെളിയിലുള്ള പ്ലാറ്റ്ഫോംസൊക്കെ ആണെങ്കിൽ പ്രീമിയം പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്. സോ ഇത്തരക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ഫലപ്രദമാണ്. നിങ്ങൾ ഓരോരുത്തരും മിസ് ചെയ്യാണ്ട് വീഡിയോ മുന്നോട്ട് പോവുക. നമുക്ക് സ്ക്രീനിൽ പോയിട്ട് ഡന്നിൻ്റെ ഡെക്സ്റ്റ് T3 പ്ലാറ്റ്ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതിൽ നിന്നും നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ട് നമുക്ക് അതിനകത്ത് വിഡ്ജറ്റ്സിൽ പോയിട്ട് ഓർഡർ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ചാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനോടൊപ്പം നിങ്ങളതിന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദയവ് ചെയ്ത് പഠിച്ചിട്ട് ഓരോന്നും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ നോളജ് സമ്പാദിച്ച് അതിൽ നിന്ന് നിങ്ങളൊരു കൺസിസ്റ്റൻറ്റ് ട്രേഡറായിട്ട് മാറാൻ ശ്രമിക്കൂ. ഇത് എൻ്റെ കയ്യിൽ നിന്നുള്ള വാചകമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾക്കിപ്പോൾ സ്ക്രീനിൽ ഓർഡർ ഫ്ലോ സ്ക്രീൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിത് ഓപ്പൺ ചെയ്യേണ്ടുന്നത് ഡെക്സ്റ്റ് T3 പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കറിയാം ഡന്നിൻ്റെ തന്നെ ഡെക്സ്റ്റ് T3 പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡന്നിൻ്റെ ലിങ്ക് ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഡൗൺലോഡ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ഡന്നിലൂടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓർഡർ ഫ്ലോ ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ ലഭ്യമാകത്തുള്ളൂ. സോ ഇവിടെ നോക്കൂ, ഇവിടുത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഓരോ ക്യാൻഡിൽസിലും അതിൻ്റേതായിട്ടുള്ള വാല്യൂസ്, ലെഫ്റ്റ് സൈഡിലൊരു വാല്യൂ, റൈറ്റ് സൈഡിൽ അതിൻ്റെ ബൈ വാല്യൂ, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ റെഡ് കളറിൽ ലെഫ്റ്റ് കാണാം, റൈറ്റ് സൈഡിൽ ഗ്രീൻ കളർ കാണാം. എല്ലാറ്റിലും അങ്ങനെ തന്നെ കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഓരോ ക്യാൻഡിലിൻ്റെയും ഏതെങ്കിലും ചില പെർട്ടിക്കുലർ ഏരിയാസിൽ റെഡിൽ തന്നെ ഡീപ്പായിട്ടുള്ള റെഡ് കാണാം, ഗ്രീനിലാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ളതും കാണാം, മൈൽഡായിട്ടുള്ളതും കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? മൈൽഡായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യൂം, ബയ്യേഴ്സിൻ്റെ നമ്പേഴ്സ്, ഓർഡേഴ്സിൻ്റെ ഫ്ലോ ആണ്. ബയ്യും സെല്ലും എന്ന് പറയുന്നത് ഓർഡേഴ്സിൻ്റെ ഫ്ലോ ആണ്. രണ്ട് ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് സെൽ ഓർഡർ, റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് ബൈ ഓർഡർ ആണ്. അതിൽ തന്നെ കൂടുതൽ ഓർഡർ നടന്നിരിക്കുന്ന പോയിന്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറഞ്ഞ പോയിന്റ് മീൻസ് പ്രൈസ്. ക്യാൻഡിലിൽ തന്നെ ഇതിപ്പോൾ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് നിങ്ങൾ നോക്കുന്നത്. നമുക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും ഓർഡർ ഫ്ലോ നമുക്ക് അനാലിസിസ് നടത്താൻ സാധിക്കും. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് ഓരോ പാക്കറ്റ് ആയിട്ടുള്ള കോളം വൈസ് നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാം. ഈ നമ്പേഴ്സ് എന്താണ്? അത് ഓർഡേഴ്സിൻ്റെ നമ്പേഴ്സാണ്. ഓർഡേഴ്സിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിന് സൂം ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് 9815. അത്രയും ബൈ ഓർഡേഴ്സ് പോയിരിക്കുന്നു ആ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിലിൽ. തൊട്ടിപ്പുറത്താണെങ്കിലോ അതേ പോയിന്റിൽ തന്നെ 715 സെൽ ഓർഡേഴ്സ് പോയിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഇത് ഓർഡർ ഫ്ലോയാണ് ഒന്ന്. അടുത്തതിൽ നോക്കൂ, അതും അതേമാതിരി 7,000, 5,000, പിന്നെ 13,000 ടോട്ടൽ ക്യാൻഡിലിൽ ഏറ്റവും ഹയ്യസ്റ്റ് എന്താ പറയുക ബൈ ഓർഡർ നടന്നിരിക്കുന്നത് ഒരൊറ്റ പ്രൈസ്, അതായത് 13,001 അതേമാതിരി അതേ പോയിന്റിൽ സെൽ ഓർഡർ നടന്നിരിക്കുന്നത് 2,900 ആണ്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്? ഹയ്യസ്റ്റ് ആരാണ്? ബൈ സൈഡിലാണ് ഹയ്യസ്റ്റ്. സോ ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെൽ ഈസ് ഈക്വൽ ടു നമുക്കൊരു വാല്യൂ ലഭിക്കും. ടോട്ടലി ഒരു ക്യാൻഡിലിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിലുള്ള സെല്ലും ടോട്ടൽ ബൈയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു ആരാണോ കൂടുതൽ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടും. അത് ഗ്രീൻ കളറാണെങ്കിൽ ബയ്യേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൽ ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്തു എന്നർത്ഥം. അതിനെയാണ് നമ്മൾ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെൽ ഓർ ടോട്ടൽ സെൽ മൈനസ് ടോട്ടൽ ബൈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതെന്താണ്? റെഡിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതും ഡെൽറ്റ തന്നെ. പക്ഷേ ആ ഡെൽറ്റയുടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ട എന്താണ്? അവിടെ സെല്ലേഴ്സ് കൂടി നിൽക്കുന്നു. കാരണം ഓരോ ക്യാൻഡിലിൻ്റെയും റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും വാല്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എല്ലാ വാല്യൂസും നോക്കി ഇരിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ക്യുമുലേറ്റീവ് വാല്യൂ ആയിട്ടാണ് ഡെൽറ്റയെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വാല്യൂ ഇതിൽ തന്നെ ഈ ഒരു ക്യാൻഡിൽ നോക്കൂ, അതിശക്തമായിട്ടുള്ളൊരു മറബസു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു 5 മിനിറ്റ്സിൽ. അതിന് കാരണക്കാരൻ എന്താണ്? അതാണ് ദ റിയൽ ബാറ്റിൽ. അതിനകത്ത് നടക്കുന്ന റിയൽ ബാറ്റിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോർമൽ ചാർട്ടിൽ നമുക്കിത് വായിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അത് ഓർഡർ ഫ്ലോ ചാർട്ടിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഹയ്യസ്റ്റ് ഓർഡർ ഫ്ലോ നടന്നേക്കുന്നത് എന്നും നമുക്കറിയാൻ പറ്റും. അത് ഓവറോൾ ഒരു 3-4 പോയിന്റ്സ് ഇവിടെ ശ്രദ്ധിക്കുക. അബ്സോർപ്ഷൻ പോയിന്റ്സ് എന്ന് പറയും. 3-4 പോയിന്റ്സ് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത് ഹയ്യസ്റ്റ് ട്രേഡ് വാല്യൂ നടന്നിരിക്കുന്നത് എവിടെ. അത് കഴിഞ്ഞാൽ ഫിഗേഴ്സിൻ്റെ എണ്ണം ഒരിടത്ത് 9,000, ഒരിടത്ത് 7,000, ഒരിടത്ത് വീണ്ടും ഒരു 7,000. അതേമാതിരി സെൽ ഓർഡേഴ്സിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കമ്പാരിങ് ടു ബൈ ഓർഡർ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൽ 3,000. ഏറ്റവും ഹയ്യസ്റ്റ് എന്ന് പറയുന്നത് തന്നെ 3,000 മാത്രമാണ്. ഹൈസ്റ്റ് 3,000 പ്ലസ് 3,500 സംതിങ്. പക്ഷേ ബൈ ഓർഡേഴ്സിലാണെങ്കിലോ ഏറ്റവും ആവറേജ്ലി ലോ എന്ന് പറയുന്നത് തന്നെ 7,900 റേഞ്ചാണ് വരുന്നത്. സോ ഓവറോൾ നമുക്ക് 41,000 ആണ്. 41,000 ബൈ ഓർഡേഴ്സ് അധികമായിരിക്കുന്നു. പക്ഷേ സെൽ ഓർഡർ നോക്കൂ, വെറും 20,000 ഉള്ളൂ. ഓവറോൾ 61,000. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. 61,000 ബയ്യേഴ്സും 20,000 സെൽ ഓർഡേഴ്സും നടന്നിരിക്കുന്നു. അപ്പോൾ ആവറേജ് വരുമ്പോൾ എത്രയാണ്? 41,000. ആർക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്? ബയ്യിങ് സൈഡിലാണ്. എന്നാൽ തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ക്യാൻഡിലും ഇവിടെയാണ് ഒരു ഓർഡർ ഫ്ലോ അബ്സോർപ്ഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ക്യാൻഡിലിൽ 41,000 ഡെൽറ്റ വാല്യൂ പ്ലസ് ഗ്രീൻ കളറിൽ നിങ്ങൾ കണ്ടു. സെക്കൻഡ് ക്യാൻഡിലും ഡെൽറ്റ വാല്യൂ എന്നത് ബയ്യർ സൈഡ് ഗ്രീൻ തന്നെയാണ്, ഗ്രീനാണ്. പക്ഷേ ക്യാൻഡിൽ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണുന്നു. തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ടു ഡെൽറ്റ ഡിഫറൻസ് നോക്കൂ. ഈ ക്യാൻഡിലിൻ്റെ ഡെൽറ്റ 20,000, ഈ ക്യാൻഡിലിൻ്റെ ഡെൽറ്റ 41,000. രണ്ടും ഗ്രീനാണ്. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉണ്ടായിരുന്ന ബൈയിങ് പവറിൻ്റെ അത്രയും പവർ തന്നെ ഈ ഒരു ക്യാൻഡിലിൽ വന്നപ്പോൾ കുറഞ്ഞു എന്നർത്ഥം അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കാൻ സാധ്യത ഉണ്ടാവുക? നാച്ചുറലി ഒരു ഹ്യൂജായിട്ട് മാർക്കറ്റ് താഴ്പോട്ടേക്കും പോകത്തില്ല. എന്നാൽ അടുത്ത് വരാൻ പോകുന്ന 5 മിനിറ്റ് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് പ്രഡിക്ഷൻ നമുക്ക് സാധ്യമാകും. എന്താണ് സാധിക്കാൻ നമുക്ക് സാധ്യത ഉണ്ടാവുക? 2 ഡെൽറ്റ ടു ഡെൽറ്റ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗ്രീൻ ബട്ട് ദിസ് ഈസ് നെഗറ്റീവ്. കമ്പയറിങ് ടു ബൈ സൈഡ് വെച്ച് നോക്കുമ്പോൾ അത് നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? വീണ്ടും ഒരു ചെറിയ മാർക്കറ്റ് കറക്ഷനിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും. ബട്ട് ഓവറോൾ മാർക്കറ്റ് ഇപ്പോൾ എന്താ നിൽക്കുന്നത്? ബയ്യേഴ്സ് കൺട്രോൾഡാണ്. മാർക്കറ്റ് ബയ്യേഴ്സിൻ്റെ കൺട്രോളിലാണ്. എന്നാൽ ഒരു കറക്ഷൻ സാധ്യതയുണ്ട്. ഓരോ ഇൻട്രാഡേ ട്രേഡിങ്ങിനാണ്. ഇപ്പോൾ 5 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻട്രാഡേയുടെ കാര്യമാണ് പറയുന്നത്. ഇതേ നമ്മൾ 1 ഡേ ടൈം ചാർട്ടിൽ നോക്കുകയാണെങ്കിലോ അതിൽ നമുക്ക് ഓർഡർ ഫ്ലോ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ അപ് ടു 15 മിനിറ്റ്സ് വരെ നമുക്ക് ഓർഡർ ഫ്ലോയിൽ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കാം. 15 മിനിറ്റ്സിൽ എന്താണ്? അതിവിടെയും നമ്മൾ നേരത്തെ കണ്ടൊരു ക്യാൻഡിലുണ്ട്. അത് ഓവറോൾ നോക്കൂ, ഈ ഒരു ക്യാൻഡിലാണ്.
ഓവറോൾ 74,000. അത് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ നോക്കൂ 94. ഇവിടെയാണ് അടുത്ത വീണ്ടും നമുക്ക് ട്രാപ്പ് വരുന്നത്. ഇവിടെയാണ് നോക്കൂ, നെക്സ്റ്റ് ക്യാൻഡിൽ 94 വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? പക്ഷേ റെഡ് ക്യാൻഡിലാണ് നിങ്ങൾ കാണുന്നത്. റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ആ അടുത്ത ക്യാൻഡിൽ നോക്കൂ, 66,000 ആണ് അതിൻ്റെ ഡെൽറ്റ വാല്യൂ, ക്യുമുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 94ഉം 66ഉം തമ്മിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ലോവർ സൈഡിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും ഇവിടെ നോക്കൂ, ഈ ഒരു ലോയിൽ നിന്നും മാർക്കറ്റ് വീണ്ടും അതിന് ലോ ബ്രേക്ക് ചെയ്ത് താഴ്പോട്ടേക്ക് വന്നു. താഴ്പോട്ടേക്ക് ഈ ഒരു റേഞ്ച് വരെ 15 മിനിറ്റ്സ് റേഞ്ചിൽ വന്നു. നമുക്ക് 5 മിനിറ്റ്സ് നമ്മൾ നേരത്തെ എടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ ഒരു ക്യാൻഡിലിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. സോ വൺ ക്യാൻഡിൽ കണ്ടാൽ ഉടനെ നമ്മൾ അതിലേക്ക് ട്രേഡ് പോകുന്നത് ഒബ്സർവേഷൻ വേണം. നമുക്ക് എപ്പോഴും ഒബ്സർവേഷനിലൂടെ വേണം നമ്മൾ മനസ്സിലാക്കുക. സോ ടോട്ടൽ ഈ ഗ്രാൻഡ് ടോട്ടൽ ബിറ്റ്വീൻ 2 ഡെൽറ്റ പോയിൻറ്റ്സ് അത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ തീർച്ചയായും 100% ദ നെക്സ്റ്റ് ക്യാൻഡിൽ മേ ഹാവ് ഹയർ ചാൻസ് ടു ഗോ അപ്പ്, അല്ലേ? തീർച്ചയായിട്ടും അടുത്ത ക്യാൻഡിലിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കാം. ഇതാ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ ടോട്ടൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ എത്രയാണ് ഇപ്പോൾ ഡെൽറ്റ വാല്യൂ? 13,000 പ്ലസ് 13,000. തൊട്ടടുത്ത ക്യാൻഡിൽ എത്രയാണ്? 17,000. 13 നിന്നും കൂടുതലാണ് 17. നാച്ചുറലി അടുത്ത് എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത ക്യാൻഡിൽ 36,000 ഡെൽറ്റ വാല്യൂ 36,000. അതേമാതിരി ക്യാൻഡിൽ നോക്കൂ, ഈ ഒരു ലോയിൽ നിന്നും കൃത്യമായിട്ട് ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നു. പിന്നെ ഇവിടെ ശക്തമായിട്ട് മുകളിലേക്ക് പ്രൈസ് കയറിപ്പോയി, കണ്ടോ? ദെൻ അടുത്ത ക്യാൻഡിൽ നോക്കൂ, അടുത്ത ക്യാൻഡിൽ പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് തമ്മിൽ വ്യത്യാസം കുറഞ്ഞു. ഡെൽറ്റ വാല്യൂ കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഉടനെ സഡനായിട്ട് താഴെ പോയില്ല. പകരം വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് പിന്നെ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ക്യാൻഡിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് ക്യാൻഡിൽ ഫിനിഷ് ആകുമ്പോഴല്ലേ നമുക്ക് ഡെൽറ്റ വാല്യൂ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ 36,000 ഡെഫിനറ്റ്ലി ദിസ് ക്യാൻഡിൽ ഹാസ് ഹയസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. അത് കഴിയുമ്പോൾ അടുത്ത ക്യാൻഡിൽ ക്ലോസിംഗ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ക്ലോസിങ്ങിൽ വെയിറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? നമ്മൾ ക്ലോസിംഗ് വെയിറ്റ് ചെയ്യുമ്പോൾ അതൊരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് അത് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അബ്സോർപ്ഷൻ ഏറ്റവും ടോപ്പിലത്തെ പ്രൈസ്, ഏറ്റവും ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും മുകളിൽ ആരാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നത്? ബയ്യർ ആണോ സെല്ലറാണോ? അത് ബയ്യിങ് സൈഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ദ നെക്സ്റ്റ് ക്യാൻഡിൽ ഓൾസോ ഹാവ് എ ഹയർ മൂവ്മെൻറ്റം. പക്ഷേ ഇവിടെ പോകുന്ന ഓരോ പൊസിഷൻ ഇവിടെ നിന്ന് മാറി ഇവിടെ വീണ്ടും അത് ഗ്രീനിലേക്ക് മാറിക്കഴിഞ്ഞു. സോ ഈ ഒരു വാല്യൂ ഡിഫറൻസ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിയുമ്പോഴേക്കും സഡനായിട്ടൊരു കറക്ഷൻ ഫേസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് വെരി മൈന്യൂട്ടായിരിക്കും. നോക്കൂ, ഇവിടെ നിന്ന് ഹൈയിലേക്ക് വന്നു. കാരണം ഇവിടെ ഒക്കെ ആരാണ് കൂടുതലായിട്ട് എല്ലായിടത്തും നോക്കൂ, നിങ്ങൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഡെൽറ്റ വാല്യൂ ഗ്രീനിലാണുള്ളത്. ഡെൽറ്റ വാല്യൂ ഗ്രീനിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനർത്ഥം എന്താണ്? അവിടുത്തെ ബയ്യേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുതലുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ പ്രൈസ് താഴ്ന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ഡെൽറ്റ ഇംബാലൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ എന്താ പറയുക, ഒരു ഇമ്പൾസീവ് ഫോഴ്സ് വേണമല്ലോ. അതായത് അബ്സോർപ്ഷൻ ചെയ്യാൻ നിൽക്കുന്നത്. ഇത് നോർമൽ ട്രേഡിംഗ് സിനാരിയോയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻഡിലിൻ്റെ കളർ ഗ്രീൻ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ, പക്ഷെ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവറേജ് നിങ്ങൾ നോക്കിയാൽ അറിയാം. നോക്കൂ, ഇവിടെ ഒന്നും വലിയൊരു കൺസിഡറബിൾ ചേഞ്ചസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. നോക്കൂ, 20,000, 19,000, 25,000 അല്ലെങ്കിൽ 4,000, പിന്നെ ദെൻ അഗെയിൻ ഒരു 19,000, 6,000, 15,000, 20,000, 64,000. ഒരിടത്ത് മാത്രം വന്നപ്പോൾ 64,000. അപ്പോൾ അത് നോക്കൂ, അതിൻ്റെ തൊട്ടടുത്ത വാല്യൂ നോക്കൂ. ഇവിടെ ഇത്രയും ക്യാൻഡിൽസിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം വന്നില്ല. പക്ഷേ ഇവിടെ നോക്കൂ, സഡൻ ആയിട്ട് ഡെൽറ്റ വാല്യൂ 64,000 ആയിട്ട് വന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് ലൈവിൽ നിങ്ങൾ കാണുകയാണ്. നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണെങ്കിലും ഡെൽറ്റ വാല്യൂ 64,000. അതായത് ടോട്ടൽ സെല്ലേഴ്സ് 9,000ഉം ടോട്ടൽ ബയ്യേഴ്സ് 73,000 ആണ് ഈ ക്യാൻഡിലിൽ. നല്ല ശ്രദ്ധിക്കുക, 73,000 ആവറേജ് നോക്കൂ. അപ്പോൾ ഓവറോൾ 64,000 ബയ്യേഴ്സ്. എന്നാൽ ക്യാൻഡിൽ റെഡ് കളർ, അതിനർത്ഥം എന്താണ്? ദിസ് ഈസ് എ ഫാന്റാസ്റ്റിക് ട്രാപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ എത്തുമ്പോൾ സാധാരണ നോർമൽ ബിഗിനർ ട്രേഡേഴ്സൊക്കെ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു? ഓർഡർ ഫ്ലോയെ പറ്റി അറിയാത്തവർക്ക് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു? അവർ ഇവിടെയൊക്കെ ഇങ്ങനെ അവർ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന് വരുന്നു. ഇവിടുത്തെ ലോ ബ്രേക്ക് ചെയ്തു. നോക്കൂ, ഇവിടെ ഈ ഒരു ആവറേജ് ലോയും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ലോയിലേക്കും വന്നു.
ഇത്ര കാര്യങ്ങളും വന്നു. പക്ഷെ നമ്മൾ ചാർട്ടിൽ മാത്രമേ നമ്മളിത് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? ഓക്കെ, ഇതാ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴ്പോട്ടേക്ക് വരാൻ തോന്നുകയാണ്. ഉടനെ അവരെന്ത് ചെയ്യുന്നു? അവർ സെൽ ഓർഡറിലേക്ക് പോകും. പക്ഷേ അത് ട്രാപ്പായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റി? ഓർഡർ ഫ്ലോയിൽ അറിയാൻ പറ്റി. 64,000 അധികം പ്ലസ് ഡെൽറ്റ വാല്യൂ 64. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ ഹയ്യസ്റ്റ് ബൈയിങ് ആണ് ഏറ്റവും അവസാന നിമിഷം നടന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം, കാരണം താഴ്പോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ഇതിൽ ഹയ്യസ്റ്റ് ബൈ വാല്യൂ വന്നു. അതുകൊണ്ട് തന്നെ തൊട്ട് അടുത്ത ക്യാൻഡിൽ നോക്കൂ, ഈ ഒരു ട്രാപ്പ്. അപ്പോൾ സെല്ല് ചെയ്തവർക്കൊക്കെ ട്രാപ്പായില്ലേ? ഇതാ ക്യാൻഡിൽ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഇതാ പോയി കഴിഞ്ഞു ഓൾറെഡി. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഹൈ ഇതുവരെ വന്നു കഴിഞ്ഞു. നോക്കൂ, അബ്നോർമൽ ക്യാൻഡിൽ. അടുത്ത ക്യാൻഡിലും നോക്കൂ, തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ വലിയ എക്സ്പെക്റ്റേഷൻ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ ക്യാൻഡിൽ തീരാൻ സമയം ആയി വരുന്നുണ്ട്. ഇത് ഫിനിഷ് ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ട്രാപ്പിംഗ് മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, എന്തുകൊണ്ട് ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി, അതായത് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ പറയുന്ന ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും എന്താ പറയുക പാർട്ടിസിപ്പേഷൻ, ഓർഡർ ലെവൽ പാർട്ടിസിപ്പേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് വളരെ ഡീപ്പായിട്ട് നമ്മൾ ഓരോ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിസ്ട്രി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓർഡർ ഫ്ലോ ചാർട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് മസ്റ്റായിട്ട് ഓർഡർ ഫ്ലോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ്, എവിടെയാണ് മേജർ സപ്പോർട്ട് നിൽക്കുന്നത്, എവിടെയാണ് മേജർ റെസിസ്റ്റൻസ് നിൽക്കുന്നതെന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓവറോൾ ട്രെൻഡ് എങ്ങോട്ട് പോയി എന്നറിയണം. ലിക്വിഡിറ്റി ഫേസ് എന്നാൽ എന്താ? അതായത് വോള്യൂം പ്ലസ് എന്താ പറയുക മൊമെൻറ്റം. ഇപ്പോൾ നല്ല ഹൈ ട്രേഡ് നടക്കുന്ന ഹൈ ഓർഡേഴ്സ് വരുന്നതാണോ, അത് ഹൈ ഓർഡേഴ്സ് ഉള്ള എപ്പോഴും ട്രേഡ് വാല്യൂസ് എപ്പോഴും എന്താ പറയുക ഹയ്യർ ട്രേഡ്, ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ ട്രേഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണോ എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സ്റ്റോക്ക് മീൻസ് ഇൻസ്ട്രുമെൻറ്റ് എന്തോ ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, ഇക്വിറ്റീസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നല്ല ലിക്വിഡിറ്റി ഉള്ളതായിരിക്കണം. സോ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചെറിയതായിട്ടുള്ള ഗ്രാഹ്യമുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ ചാർട്ടിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. താഴെ നോക്കൂ, VWAP. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഓർഡർ ഫ്ലോയിൽ തന്നെ നിങ്ങൾക്ക് VWAP ഇവിടെ നൽകുന്നുണ്ട്. VWAPൻ്റെ പ്രത്യേകത എന്താണ്? വോള്യൂം വെയ്റ്റഡ് ആവറേജ് പ്രൈസാണ്. വോള്യൂം അപ്പോൾ ഈ ഓർഡർ ഫ്ലോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് വോള്യൂം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വോള്യൂം VWAP ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടു ഇവിടെ എല്ലായിടത്തും ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്താ സംഭവിക്കുക? ഇനി ഒരു മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസും RSIയും ഈ പറയുന്ന എന്താ പറയുക ട്രെൻഡും ഒക്കെ നിങ്ങൾ ഓവറോൾ ട്രെൻഡ് വെറും ഓർഡർ ഫ്ലോ ചാർട്ട് മാത്രം നിങ്ങളുടെ മുമ്പിലിരുന്നാൽ പോരാ. നിങ്ങൾ അതിൻ്റെ തന്നെ ചാർട്ടും നിങ്ങൾ നോക്കുക. ചാർട്ടിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓർഡർ ഫ്ലോസിലേക്ക് വരിക. അപ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് കൺട്രോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഓർഡർ ഫ്ലോ ചാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ബിഡ് ആൻഡ് ആസ്ക് ആക്ടിവിറ്റിയെ പറ്റിയിട്ടാണ്. അപ്പോൾ അഗ്രസീവായിട്ടുള്ള ബയ്യേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവർ ബിഡ് ചെയ്യാൻ നിൽക്കുന്നു. ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങാം, നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നില്ലേ? അപ്പോൾ അഗ്രസീവ് ബിഡ് ഓർഡേഴ്സ് ആണോ അല്ല അഗ്രസീവ് ആസ്ക് ആണോ കൂടുതൽ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർഡർ ഫ്ലോയിൽ ഈ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് ഓർഡർ ഫ്ലോ എങ്ങനെ സഹായിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ ഡെൽറ്റ മാത്രം അറിഞ്ഞാൽ പോരാ. നോക്കൂ, ബിഡ് ആൻഡ് ആസ്ക് വാല്യൂസ് വൈസ് നോക്കുമ്പോൾ തന്നെ, അതായത് ഓരോ പ്രൈസ് റേഞ്ച് ക്യാൻഡിലിൻ്റെ ടോപ്പ് ടു ബോട്ടം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ ടോപ്പ് ടു ബോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും?
ബിഡ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിഡ് ആസ്ക് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ തന്നെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഓർഡർ ഫ്ലോയിൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ബിഡും ആസ്കും ഉണ്ടെങ്കിൽ, കൂടുതൽ ആസ്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, സെല്ലിംഗ് പ്രഷർ കൂടുതലാണ്. കൂടുതൽ ബിഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ബൈയിങ് പ്രഷർ കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ ഓരോ ക്യാൻഡിലും, ഈവൻ വെദർ ഇറ്റ് ഈസ് റെഡ് ഓർ ഗ്രീൻ, അതിനകത്തുള്ള നിങ്ങളുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഭാഗത്തേക്കാണ് കൂടുതലായിട്ടുള്ള ഇമ്പൾസീവ് ഫോഴ്സ് നടക്കുന്നത്. ബിഡ് സൈഡിലാണോ അല്ലെങ്കിൽ ആസ്ക് സൈഡിലാണ്. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എന്തേലും എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഇത്ര രൂപ തരൂ എന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് സെല്ലിംഗ്. അപ്പോൾ ബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലല്ലേ ഞാൻ ഇത്ര രൂപ ഞാൻ തരാം എന്ന് പറയുന്നത്. സോ അതിനെയാണ് ബിഡ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ പലപ്പോഴും പലർക്കും മാറിപ്പോകാറുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഡെൽറ്റ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഡെൽറ്റ ഉണ്ട്. പോസിറ്റീവ് ഡെൽറ്റ ഉണ്ട്, നെഗറ്റീവ് ഡെൽറ്റ ഉണ്ട്. വാട്ട് ഈസ് ഡെൽറ്റ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെൽ വോള്യൂം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ. ചില സമയത്ത് നിങ്ങൾ നോക്കും, നമ്മളിപ്പോൾ ഇതിൽ നോക്കിയതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഡെൽറ്റ ഇൻക്രീസ് ആകുന്നു എന്നാൽ പ്രൈസ് ഡിക്രീസ് ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഡെൽറ്റ ഇൻക്രീസ് ആകുന്നു പ്രൈസ് ഡിക്രീസ് ആകുന്നു എന്നുണ്ടെങ്കിൽ ഉടനെ ഉറപ്പായിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് മാർക്കറ്റ് മുകളിലേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും, തിരിച്ചാണ് സംഭവിക്കുന്നത്. ഡെൽറ്റ ഇൻക്രീസ് ആവുന്നു പ്രൈസും ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡെൽറ്റ ഡിക്രീസ് ആവുന്നുണ്ട്, പക്ഷേ അത് പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ്. പ്രൈസ് ഡെൽറ്റ വാല്യൂ, 2 ക്യാൻഡിലിൻ്റെ ഡെൽറ്റ വാല്യൂസ് അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡെൽറ്റ വാല്യൂസ് ഈവൻ ഇഫ് പോസിറ്റീവ് ഡെൽറ്റ ആണെങ്കിൽ പോലും അത് കുറഞ്ഞു വരുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ബയേഴ്സ് ആർ ഡോമിനേറ്റിംഗ് ബട്ട് മാർക്കറ്റ് ഈസ് നോട്ട് സപ്പോസ് ടു ഗോ അപ്പ്. മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമുള്ള ബൈയിങ് പവർ ഇല്ല എന്നർത്ഥം. നേരെ റിവേഴ്സിലും അതേമാതിരി ഡെൽറ്റ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ ഓരോ ക്യാൻഡിലിൻ്റെ ഡിഫറൻസ് തമ്മിൽ നോക്കുമ്പോഴേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയാണ്, അല്ലെങ്കിൽ ഡിഫറൻസസ് തമ്മിൽ ഡെൽറ്റ ടു ഡെൽറ്റ ഡിഫറൻസസ് കുറയുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് വീണ്ടും ചിലപ്പോൾ ഒരു പക്ഷേ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതൽ കാണുന്നുണ്ട്. മൂന്നാമതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് അബ്സോർപ്ഷൻ പോയിൻ്റ്, അതായത് വിഴുങ്ങാനിരിക്കുന്നവർ. നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് എയ്തർ താഴ്പോട്ടേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഇപ്പോൾ സെല്ലിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് സപ്പോസ് മുകളിൽ നിന്ന് താഴ്പോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്, എന്നാൽ ഡെൽറ്റ വാല്യൂ പ്ലസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഡെൽറ്റ വാല്യൂ പ്ലസ് ആകുന്നു പക്ഷേ പ്രൈസ് താഴ്പോട്ടേക്ക് വരുന്നു എന്ന് അതിനർത്ഥം എന്താണ്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതാണ്. അത് എന്താ പറയുക, ബിഗ് ബയ്യേഴ്സ് ഉണ്ടാവും. ബിഗ് ബയ്യേഴ്സ് എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാം വിഴുങ്ങുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അബ്സോർബ് ചെയ്യാന്ന് പറയും, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടാവും. അത്തരം സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുക. ഇപ്പം സിമ്പിളായിട്ട് നോക്കി നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ VWAPൻ്റെ എല്ലാ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഡെൽറ്റ പോസിറ്റീവിലാണ്. ബയ്യേഴ്സ് ശക്തമായിട്ട് നിൽപ്പുണ്ട്, പക്ഷെ അതിശക്തവുമല്ല, എന്നാൽ പ്രൈസ് താഴ്പോട്ടേക്ക് വരുന്നു. ഇറ്റ്സ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് നമ്മുടെ പ്രൈസ് മുകളിലേക്ക് പോകാൻ വളരെ ശക്തമായിട്ട് മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടിലേക്ക് പോകാനുള്ള സാധ്യത, അത് ഷോർട്ട് സ്പാൻ, ഈ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ആകാശം മുട്ടയൊന്നും പോകത്തില്ല കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാറ്റിനും ഒരു ലെവലുണ്ടാവും. ഇപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് പ്രൈസ് വന്ന് താഴ്ന്നു തുടങ്ങിയത്, ഈ ഒരു പോയിന്റിൽ നിന്നും പ്രൈസ് താഴ്പോട്ടേക്ക് ഇവിടെ വരെ വന്നു. ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ VWAP ഉണ്ട്, വോള്യൂം വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ ടോട്ടൽ VWAP വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ എല്ലാം ബയ്യേഴ്സാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതോ ഒരു വമ്പൻ ഇതിനൊക്കെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഒരു കാരണവശാലും ഇതൊരു സെൽഫ് പോയിന്റിലേക്ക് പോകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ അല്ലാന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇപ്പോൾ ബയ്യിങ് ലെവലിലേക്ക് പോകാനും സാധ്യതയായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് വേണം, ഈ ഒരു സോണിൽ നിന്നും ഈ ഒരു സോണിനുള്ളിൽ നിന്നേക്കും ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. പ്രൈസ് ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക് പോകുകയും വേണം. കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 1-2 ക്യാൻഡിൽസിൻ്റെ ഡെൽറ്റ വാല്യൂ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ടോ, ഈ
സപ്പോസ് മുകളിലേക്കുള്ള കേസാണെങ്കിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ക്ലിയർ ഇൻഡിക്കേഷനാണ് പ്രൈസ് ഈസ് ഗോയിങ് ടു ഗോ ഹൈ എന്നുള്ളത്. നോക്കൂ, ഇവിടെ തന്നെ ഇപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് അടുത്ത് ഇവിടെ ഓപ്പണായി, ലോ ഇവിടെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഒരു വി വാപ്പിന് അടുക്ക വരെ വന്നു, തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് അതേമാതിരി ഇവിടുത്തെ ഇത് തമ്മിലുള്ള ഡെൽറ്റ വാല്യൂവും 16,000-ഉം 22,000-ഉം ഏതാണ്ട് 6,000-ഓളം പ്ലസ്സിലാണ് വന്നേക്കുന്നത്. പോസിറ്റീവ് വന്നിട്ട് ഡെൽറ്റ ടു ഡെൽറ്റ ഓൾസോ പോസിറ്റീവ്, ഈവൻ ഓരോ ക്യാൻഡിലിൻ്റെ ഡെൽറ്റ വാല്യൂവും പോസിറ്റീവ്. ഇതെല്ലാം പക്ഷേ നെഗറ്റീവ് കളറാണ്. നമുക്ക് താഴ്പോട്ടേക്ക് വരികയാണ്, പക്ഷേ പ്രൈസ് ഇനി ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അത് പ്രോബബിലിറ്റി മാത്രമാണ്, അങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ്. എങ്ങനെയാണ് അപ്പോൾ അബ്സോർപ്ഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞു വച്ചിരിക്കണം. അവസാനമായിട്ട് പറയാനുള്ളത്, ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് ഇൻഡിക്കേറ്റർ ഒന്നും അല്ല. അതൊരു സർവ്വസാധാരണമായിട്ടുള്ള ഓർഡർ ഫ്ലോ കാലാകാലങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൂൾ തന്നെയാണ് ഓർഡർ ഫ്ലോ ടൂൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും അങ്ങനെ ഇത് കയ്യിൽ കിട്ടിയാൽ ഉടനെ നാളെ മുതൽ അങ്ങോട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നൊന്നും ആരും മിഥ്യാധാരണ വേണ്ട. നിങ്ങൾക്ക് വേണ്ടുന്നത് ഒബ്സർവേഷൻ പവറാണ്. അതിനോടൊപ്പം തന്നെ എവിടെയാണ് അഗ്രസീവായിട്ട് ഏത് പോയിന്റിൽ എന്ത് തരം ട്രേഡ്സ് നടക്കുന്നുണ്ട്, ബൈ സൈഡിലാണോ സെൽ സൈഡിലാണോ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. ടോട്ടൽ ചായ്വ് എങ്ങോട്ടാണ്, ബയ്യർ സൈഡിലാണോ സെല്ലർ സൈഡിലാണോ മനസ്സിലാക്കുക. ഓവറോൾ ക്യുമുലേറ്റീവായിട്ടൊരു ഒരു പ്രീവിയസ് 10 to 15 ക്യാൻഡിൽസ് റേഞ്ചിൽ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഒബ്സർവേഷൻ റേറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബയ്യേഴ്സ് പതുക്കെ പ്രൈസ് മൂവ് ചെയ്തിട്ടില്ല, അപ്പ് സൈഡോ ഡൗൺ സൈഡോ പോവില്ലായിരിക്കാം, പക്ഷേ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ബിഗ് ബയ്യേഴ്സ് തയ്യാറെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാറ്റിനും ഓവറോൾ മനസ്സിലാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ നമുക്ക് വേണം. ഓരോ വാല്യൂസും പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും മതിയാവില്ല. നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് ഓർഡർ ഫ്ലോ ചാർട്ട് നല്ല രീതിയിൽ നിങ്ങൾ സ്റ്റഡി ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് റീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച് കുറേ ഒബ്സർവേഷൻ നടത്തിയിട്ട് പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ഇൻപുട്സ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അതൊക്കെ നിങ്ങൾ ആഡപ്പ് ചെയ്തിട്ട് നിങ്ങൾ മേലും ഈ പറയുന്ന ധന്യൻ്റെ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾ ഓർഡർ ഫ്ലോയെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിനകത്തുള്ള ഓരോ എലമെൻറ്റും എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. മോർ ഡീറ്റെയിൽസ് നിങ്ങൾ AI ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പല വേറെയും ഒരുപാട് ഓർഡർ ഫ്ലോ വീഡിയോസൊക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് നിങ്ങളൊരു ഓർഡർ ഫ്ലോ എക്സ്പേർട്ടായിട്ട് മാറാൻ ശ്രമിക്കൂ കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. സോ ഓർഡർ ഫ്ലോയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ, ഞാൻ ഡെക്സ് T3യുടെ ഓർഡർ ഫ്ലോയുടെ വാക്ക് ത്രൂ ആണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടേതായിട്ടുള്ള എക്സ്പെർട്ടൈസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ബൈ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.